ആന്റി ആയിരുന്നില്ലേ തങ്കമാന്റി? ഞാൻ ആരുണ്ടാക്കും? ഞാനും എടുത്തില്ല. ആരെങ്കിലും വിളിച്ചാ നിന്റെ ബോർഡ് വെച്ചു അല്ലേ? രണ്ടാമതുണ്ടായിരുന്നു, ഒരാളും അത് ശരി. പാസ്സായി. വർഷങ്ങള് Long 7 years. I have gone chakka. Another one chakka. ഇതാണ് ദിവസത്തോട് തെറ്റിടെ ഉണ്ണിയേ. വേണ്ട ഓണം കടിച്ചു വിടല്ല. അതിങ്ങനെ അടിച്ചോണ്ടേയിരിക്കും. നീ നമ്മൾ കെട്ടിനടുത്തൂടെ പോയാലോ? അല്ല കടത്തായോ? കൂടെ എങ്ങോട്ടാ പോവാ? അപ്പൊ കെട്ടിനടുത്തോടെ പോയിട്ട് തിരിച്ചതിലേക്ക് പോകാൻ കഴിയില്ല. കടത്തായിക്കൂടെ പോയാൽ നമ്മളെങ്ങോട്ടാ പോവാ? ലാസ്റ്റ് പോകാൻ പറ്റും. തിരിച്ചു പറഞ്ഞു നമ്മളെങ്ങോട്ടാ പോകുന്ന? ഉള്ളൂരേക്ക്. കെട്ടിന്റെ അടുത്തേക്ക് പോയാലേ ഒത്തിരി പോണ്ട, പുഴ വരെ പോയാൽ മതി. നമ്മള് മീൻ വാങ്ങാനല്ലേ പോണേ? മീൻ വാങ്ങാനൊന്നല്ല പോകുന്നത്. ആണ് അല്ലേ? ഞാൻ പൈസ എടുത്തില്ലേ? ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോട്ടെ. അപ്പൊ ഇങ്ങനെ 5 മിനിറ്റ് വരും. 5 മിനിറ്റ് മതി ഉള്ളൂര് പോയിട്ട് ഇങ്ങോട്ട് വരാൻ. അല്ല പൊന്നു കൊണ്ടുപോകാൻ മീൻ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പറഞ്ഞില്ലേ വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പറഞ്ഞതല്ലേ? പിന്നെ വാങ്ങിക്കണം, മുറിച്ച് വാങ്ങിക്കണം, അത് ഒത്തിരി വലുത് വാങ്ങിക്കരുത് പിന്നെ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ട് അത് ചെയ്യുന്നു. പിന്നെ എന്നോട് പറഞ്ഞു വാങ്ങിക്കുന്നില്ല. പിന്നെ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞ ഞാൻ കേട്ടില്ല. വാങ്ങിക്കണമെന്ന് പറഞ്ഞത് അത് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു വാങ്ങിക്കുന്നില്ല. അവള് പറഞ്ഞു ഓക്കെ എന്നാ. പിന്നെ ഞാൻ പൈസ എടുത്തിട്ടില്ല. രാജാവ് മന്ത്രിയുടെ അടുത്ത് പറഞ്ഞു, രാജകുമാരന്റെ അടുത്ത് പറഞ്ഞില്ല. കേട്ടോ മക്കളെ? ഞാൻ പാത്രം എടുത്തിട്ടുണ്ടോ? ട്രേ കവറിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ ട്രേ എടുത്തിട്ട് ട്രേയിലിട്ട് കുറച്ച് ഐസൊക്കെ ഇട്ട് വരായിരുന്നു. കവറിനകത്ത് ഇട്ടാൽ മതി ഐസ്. ഞങ്ങളൊരിക്കൽ അവിടെ കൊല്ലത്തൊരു അമ്പലമുണ്ട്. അവിടെ പോയിട്ട് തിരിച്ച് കാട്ടിൽ നീക്കാതെന്ന് പറയും, മണി കെട്ടുന്ന ഒരു അമ്പലം. അവിടെ പോയിട്ട് തിരിച്ചു വന്ന് പോയിട്ട് നിങ്ങൾ നീണ്ടകര ഇറങ്ങി. നീണ്ടകര പോയിട്ട് അല്ലല്ല, പിന്നെ അവിടെ അല്ലേ നീണ്ടകര മത്സ്യബന്ധനത്തിന്റെ ഇതാണല്ലോ അവിടെ. അപ്പൊ അവിടെ നിങ്ങൾ എന്തോ ഇതാണെന്നറിയാമോ? വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ കൂടുതലുള്ളവർക്ക് കാറിലേക്ക് പോയി. കാറിനകത്ത് വെച്ച് പിന്നെ അവിടെ ഞങ്ങൾക്ക് ഒരു ബക്കറ്റും കൂടെ മേടിക്കേണ്ടി വന്നു. അത് നല്ല സ്മെല്ലടി. ബക്കറ്റും കൂടെ മേടിച്ചു. ബക്കറ്റിനകത്ത് ഐസ് കൂട്ടി മീൻ വിട്ടിട്ട് അവൻ ഡിക്കിയിൽ വെച്ചു. പിന്നെ അവൻ കാറ് കഴുകാനായിട്ട് എന്ത് പാടുപെട്ടെന്നറിയാമോ? നീന്തി കിടക്കാനൊന്നും വലിയ പാടൊന്നും ഇല്ല കേട്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടി. കയ്യാണ് ഇത് പറയുന്നത്. ഇത് കംപ്ലീറ്റ് പ്രൈവറ്റാ? പ്രൈവറ്റ് ഗവൺമെന്റ് കൊടുത്തത്. അതങ്ങനെ പ്രൈവറ്റ് ആവും. അത് ജന്മം ഇതാണ്. പുഴയല്ലത് എന്താ പറയാ? അല്ല, അപ്പൊ ഇവിടെ ബോട്ടിംഗ് തുടങ്ങാൻ പ്രശ്നമുണ്ടോ? ബോട്ടിംഗ് തുടങ്ങണമെങ്കിൽ പ്രൈവറ്റ് ലാൻഡും ഗവൺമെന്റ് ലാൻഡും ഒക്കെ വാങ്ങണ്ടേ? വാങ്ങല്ല, തൽക്കാലത്തേക്ക് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രൈവറ്റുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പേപ്പർ കൊടുക്കണം. അനുവാദം കിട്ടാൻ പേപ്പർ കൊടുക്കണം. ഇവിടെ ബോട്ടിങ് വെച്ചാൽ ഇതാവും. പക്ഷെ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകണം. വരണം ആളുകൾ ഒത്തിരി. ഇവിടെ വരും, ഇവിടെ വരാറുണ്ട്. അതാ ചേച്ചി, അതാ MDT കണ്ടോ? ആ കുന്നിന്റെ മുകളിൽ എന്താണ് MDT? ആർക്കറിയോ? MDT ആണ് എഞ്ചിനീയറിംഗ് കോളേജ്. എന്റെ കോളേജ് പറയാം. എന്റെ കോളേജ് MDT ആർക്കറിയും?
പറഞ്ഞത് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നിന്ന വേഷത്തിലേക്ക് അല്ല അല്ല അത് കുഴപ്പമില്ല. വണ്ടി വേഷത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ആളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്കാ പോകും. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ വയനാട്ടിലേക്ക് വരെ ഇങ്ങനെ വന്നാൽ മതി. കാരണം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അവിടെ കൊണ്ടുവന്നു, മമ്മീന്റെ അടുത്ത് ഇറക്കുന്നു. മാക്സി നിന്റെ എനിക്കാണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാത്തതാണ്. എന്റെ അമ്മയെ പോലെ അല്ല ഞാൻ. എനിക്ക് അങ്ങനെ കേട്ടോ. അമ്മയ്ക്ക് എന്തൊരു പേടിയാന്ന്. ഒരു പ്രാവശ്യം രാത്രി നമ്മൾ പോയ 8 മണിക്ക് ഒരു മനുഷ്യൻ അന്നേരം പുറത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു മാക്സി ഇട്ടിട്ട് വന്നാ മതി അമ്മ. അമ്മ ഒരുങ്ങി കെട്ടി ഇറങ്ങി. 12 മണിക്കല്ലേ അവിടെ എത്തിയത്. ആര് കാണാൻ? ഞാൻ നേരെ എതിരെയാണ്. ഞാനേ നേരെ എതിരാ. ഞാൻ എവിടെ ഇങ്ങനെ എങ്ങ് പോക്കളെ ഇല്ല എങ്ങും വേറെ എങ്ങോട്ടും പോകാറില്ല. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ മടിക്കുന്ന പോയി എനിക്ക് എന്ന് വിചാരിക്കും. കുട്ടാട്ട ഉണ്ടായിരിക്കും. എന്താ ഇതിലാ നമ്മളെ അശ്വിനെ കണ്ടിട്ട് കൊറേ നാളെ നേരത്ത് അച്ഛനെ ഇപ്പൊ വിളിച്ചാൽ വേണേ വരും. ഇത് ഞാനാ ലുക്കുവാണ്. ഒരു കൃഷി ചെയ്യും. കൃഷി പണ്ടൊക്കെ ചെയ്യായിരുന്നു. വേറെ എന്തെങ്കിലും പറ്റൂലേ? വേറെ ഒന്നും ആഴ്ച തെങ്ങൊക്കെ നട്ടു. സൈഡിൽ വെള്ളം നിൽക്കുക. തെങ്ങുപ്പുളത്ത് വളരില്ല. കുളത്തിൽ വളരും. തെങ്ങിനിപ്പോ തേങ്ങ അതല്ലേ ലക്ഷദ്വീപിലൊക്കെ തെങ്ങിന്റെ ഭയങ്കര നാള്. അവിടെ ഉപ്പുള്ളതല്ലേ. അവര് ഒരു വളവും ചെയ്യില്ല. അവര് പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്യാറില്ല ഈ ഉപ്പുള്ള തെങ്ങ്. വെള്ളവും മണലും അവിടെ തേങ്ങ അങ്ങനെ ഇതൊന്നും ഇല്ല. ഓരോ തെങ്ങിന്റെ മുതലും ഇങ്ങനെ കൂട്ടി 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 ഇട്ടേക്കും. പക്ഷെ നമ്മുടെ തേങ്ങയുടെ അത്ര മഹിപ്പ ഇല്ല കേട്ടോ. ചെറുപ്പം തേങ്ങ അവിടുത്തെ തേങ്ങ അതായത് ആറ്റമ്മന്റെ തേങ്ങ ഉണ്ടല്ലോ ഇത്ര ഒരു ചക്കയുടെ അത്രയുണ്ട്. വലിയ ചക്ക എടുത്ത് അതുപോലെ അവിടുത്തെ പാക്കത ഇത്രയുണ്ട്. ഞാനവിടുന്നൊരു പാക്കൊന്നും നട്ടിട്ടോ. പക്ഷെ അത് ചെറുതാവും. ഏഹ് അത് ഇവിടുത്തെ വലിയ ചെറുതാവും. പോയിട്ട് വരാം. ഇതിലേ ഇറങ്ങി ഞാനെന്താ ഇറങ്ങുന്നത് കാണാം. എവിടെ? ഇവിടെ മത്സ്യം, പുഴ മത്സ്യം. ഓ പിന്നെ നിങ്ങൾ പോയിട്ടോ.